പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനായി 124 സങ്കീർത്തനം 7ഉം 8ഉം വാക്യം. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു, കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. 8ാം വാക്യം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. ഈ പ്രഭാതത്തിൽ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവത്തോടു കൂടിയ പാട്ടുകളുണ്ട്, വെറുതെ പാടുവാൻ വേണ്ടി എന്തെങ്കിലും അനുഭവങ്ങളെ നടിച്ച് എഴുതുന്ന പാട്ടുകളുണ്ട്. പക്ഷെങ്കിൽ ദാവീദ് ഈ സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്ന ചില തരുണങ്ങളെ ദൈവം തനിക്കും തന്നോടുകൂടി ഉള്ളവരെയും അനർത്ഥത്തിൽ നിന്ന് വിടിവിച്ചതായ അത്ഭുതകരമായ വഴികളെ താൻ ധ്യാനിച്ചുകൊണ്ട് എഴുതുകയാണ്. ഒരു പക്ഷി വേട്ടക്കാരുടെ കണിയിൽ നിന്ന് കണി പൊട്ടി അവരുടെ പ്രാണനും കൊണ്ട് എങ്ങനെ പറന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നുവോ അതുപോലെ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ നമ്മുടെ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ളതായ അനേക സാക്ഷ്യങ്ങൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറയുവാനുണ്ടായിരിക്കും. ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ഈ വർഷത്തിന്റെ ഈ മാസത്തിൽ 2024 ഡിസംബർ, അതായത് ഈ മാസത്തിന്റെ ആരംഭത്തിങ്കിൽ മലയാള മനോരമ 10-ാം തീയതി പ്രസിദ്ധപ്പെടുത്തിയതായ ആ പേപ്പറിൽ സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഫോട്ടോ സഹിതം ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ബഷാർ ബർഹൂം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ രക്ഷപ്പെട്ടതായ വിധത്തെക്കുറിച്ച് അതെന്നെ വളരെ സ്വാധീനിച്ചത്, ഓർപ്പിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ 63 വയസ്സുള്ളതായ ഒരു എഴുത്തുകാരൻ, നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില വർഷങ്ങളായിട്ട് സിറിയയിൽ ബഷാർ ഭരണകൂടം അത് വലിയ പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ച ഏകാധിപത്യത്തിന്റെ നാടുകളിൽ കൂടെ 10,000-കണക്കിന് ജനങ്ങൾ അവരുടെ ജീവൻ പൊലിഞ്ഞു. ആ രാഷ്ട്രത്തിനും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മേധാവിത്വത്തിനും എതിരായി, ഭരണത്തിനും എതിരായി സംശയിക്കപ്പെടുന്ന ഒരു വാക്ക് പോലും മനുഷ്യർക്ക് ഉച്ചരിക്കാൻ കഴിയാതെ ഇരുമ്പ് ചൂളയിൽ കൂടെ കഴിഞ്ഞു പോകുന്നത് പോലെ ജനങ്ങൾ നെടുവീർപ്പിട്ടും കൊണ്ട് പോവുകയായിരുന്നു. അനേകായിരങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. അനേകർക്ക് ആ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ജയിലറകളിൽ പോയി തിരിച്ചു വരാനൊക്കാത്തതായ ഗതികേടുണ്ടായി. 63 വയസ്സുള്ളതായ ബഷാർ ബർഹൂം ആകസ്മിക ചിന്തയോടുള്ളതായ അനുഭാവക്കാരനായിരുന്നു. താൻ ആ ഭരണകൂടത്തിൽ നടക്കുന്നതായ പല അനീതികളും താൻ ലേഖനം എഴുതി, ജനങ്ങളെ ബോധവൽക്കരിച്ചു, അതിന്റെ ഭരണാധികാരികളെ ഉപദേശിച്ചു. അതിന്റെ ഫലം തന്നെ ഒരു ദിവസം പോലീസുകാർ പിടികൂടി ജയിലറകളിലിട്ടു. 7 മാസം സൂര്യപ്രകാശം കാണാതെ ആ തടവറയിൽ തനിക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഈ മാസം, അതായത് നാം കടന്നു പോകുന്നതായ ഈ ഡിസംബർ മാസം 5-ാം തീയതി തൻ്റെ മരണ ദിവസമാണ്. തന്നെ കൊലക്കയറിൽ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുകയാണ്. തന്റെ മരണ ദിവസമാണ്. ഓരോ ദിവസങ്ങളും എണ്ണി താൻ കഴിച്ചു കൂട്ടുന്നതായ സമയം 5-ാം തീയതി രാവിലെ തൻ്റെ ആ അടുത്ത് ചെന്ന് പട്ടാളക്കാർ തൻ്റെ കതകിന് കൊട്ടി. തനിക്കറിയാം കൊലമരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യാത്രയാണ്. അതിന്റെ തലേ ദിവസം താൻ ഹൃദയം പൊട്ടി ദൈവത്തോടൊരു കാര്യം ചോദിച്ചു. ദൈവമേ, സത്യദൈവമാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ കുടുംബത്തോടും ഒരു വാക്ക് യാത്ര ചോദിക്കാൻ ഉള്ളതായ ഒരു അവസരമെങ്കിലും എനിക്ക് നീ തരണം. അങ്ങനെ താൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലുകയാണ്. 5-ാം തീയതി തന്നെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്ന ദിവസമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അന്ന് രാവിലെ പട്ടാളക്കാർ തന്റെ സെല്ലിൽ ചെന്ന് കൊട്ടി ആ കതക് തുറന്നതിന് ശേഷം ബഷാർ വിചാരിച്ചു തന്നെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ മനുഷ്യർ അല്ലെങ്കിൽ ആരാച്ചാർ കടന്നു വന്നിരിക്കുകയാണെന്ന് താൻ വിചാരിച്ചു. വളരെ വിനയപൂർവ്വം അവരുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുവാൻ തുടങ്ങി. അവർ പക്ഷേ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞു, ബർഹൂം, നിന്നെ കൊല്ലുവാനല്ല, നിന്നെ സ്വതന്ത്രനാക്കി വിടുവാനാണ് ഞങ്ങൾ വന്നത്. നീ സ്വതന്ത്രനാണ്, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു സംഭവം സിറിയയിൽ നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. താൻ ഒരു എഴുത്തുകാരനാണ്,
അനേകരുടെ അനുഭവങ്ങളെ താൻ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അനേകരുടെ അനേകായിരങ്ങളുടെ മരണങ്ങൾ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തനിക്ക് വിശ്വസിക്കാനായില്ല. ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ പട്ടാളക്കാർ പറഞ്ഞു, നീ വിശ്വസിക്കൂ, നിന്നെ സ്വതന്ത്രനാക്കി നിനക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. താൻ സന്തോഷത്തോടു കൂടി ആ ജയിലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ഫോട്ടോ ടിവിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. അവിശ്വസനീയമായ ഒരു കാര്യം. നോക്കൂ, ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ വചനത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വേട്ടക്കാരുടെ കണി പൊട്ടി ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവം നടത്തുന്നത് അങ്ങനെയാണ്. ദൈവം അത്ഭുതങ്ങളിൽ കൂടെയാണ് നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയോടെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. അനേകായിരങ്ങൾ തങ്ങളുടെ ജീവനെ ബലിയർപ്പിച്ചതായ ഒരു വർഷമാണ് ഈ 2024. വ്യാധി കൊണ്ടല്ല, മഹാമാരി കൊണ്ടല്ല, ആപത്ത് കൊണ്ടല്ല, അനർത്ഥങ്ങൾ കൊണ്ടല്ല, യുദ്ധങ്ങൾക്കും ക്ഷാമങ്ങൾക്കും തോക്കിൻ മുനയുടെ മുൻപിൽ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി അനേകായിരം ജീവിതങ്ങൾ, ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ അവരുടെ പ്രാണനെ വെടിയേണ്ടി വന്നതായ സാഹചര്യം. നോക്കൂ, നമ്മളെ ദൈവം ജീവനോടെ വെച്ചിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചിരിക്കുന്നത് നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല, നമ്മെക്കാളും പാപികളായതുകൊണ്ടല്ല. അവരൊക്കെ വധിക്കപ്പെടുകയും അർപ്പിക്കപ്പെടുകയും അവരെല്ലാം യാത്രയായതും. പക്ഷെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നാമത്തെ യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രാണനെ രക്ഷിക്കുന്ന വിധത്തെക്കുറിച്ച് സാക്ഷിച്ച് സന്തോഷിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തിന് പുകഴ്ച കൊടുക്കുവാനും കൊടുപ്പിക്കുവാനും ചില വ്യക്തികളെ വാളിന് തെറ്റി ഒഴിഞ്ഞ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി ഞാൻ ഒരുവൻ മാത്രം തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ ഒരു അനുഭവത്തോടു കൂടി ദൈവം അനേകരെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. അതിലൊരാളായിരുന്നു ദാവീദ്. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷ്യമുണ്ട്. നമ്മൾ ഒരു പക്ഷെങ്കിൽ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാണത്തില്ല, ജയിലറകളിൽ നിന്ന് രക്ഷപ്പെട്ട് കാണത്തില്ല. പക്ഷെങ്കിൽ പട്ടുപോകാവുന്ന അനേക സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ കാലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. എങ്കിലും ദൈവം രക്ഷിച്ചു, ജീവനോടെ രക്ഷിച്ചു. ദൈവത്തിന്റെ നാമത്തിന് സ്തുതി കരയേറ്റുവാൻ ഈ തരുണത്തിൽ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വേട്ടക്കാരുടെ കണിയിലെന്നപോലെ നമ്മുടെ പ്രാണനെ കണിവെട്ടി നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടിരിക്കുന്നതായ അനുഭവമുള്ളവർ എന്നോടൊപ്പം സന്തോഷിക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മയും നമ്മുടെ കുഞ്ഞുങ്ങളെയും യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുവാൻ അഭ്യസിപ്പിക്കുന്നതാണ്. നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ കിട്ടുന്നതായ ഒരു വിടുതലിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതിന്റെ കനത്തെക്കുറിച്ച് നമ്മൾ ഭവനത്തിൽ സംസാരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ ദൈവം തരുന്നതായ വിടുതൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും എത്ര മഹത്വകരമാണെന്നുള്ളതായ ആ വലിയ ഒരു ഭാരത്തോടുകൂടെ നമ്മുടെ തലമുറകളോട് നാം നമ്മുടെ ആ ദൈവഭയത്തെയും ദൈവത്തിൽ ആശ്രയത്തെയും നാം പങ്കിട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ കർത്താവിനെ കുറിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് ചെയ്തതായ ഉപകാരത്തെ കുറിച്ച് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതത്ര മഹത്വകരമാണ്. സ്വർഗം നമ്മുടെ സന്തോഷം കൈക്കൊള്ളുവാൻ സ്വർഗത്തിൽ നിന്ന് കാതോർത്തിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുന്നത് അറിയുന്നതിന് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയാമോ? എളിയവരായി നമ്മളെ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ രക്ഷിക്കുവാൻ, ദൈവം കാവൽ ചെയ്യുവാൻ, തീമതിലായിരിക്കുവാൻ, നമ്മൾ പോയിടത്തൊക്കെയും ദൈവം നമുക്ക് സൂക്ഷിപ്പും കാവലുമായിട്ട് നിന്ന് നമ്മെ പരിപാലിക്കുവാൻ യോഗ്യരല്ല. എങ്കിലും വേട്ടക്കാരുടെ കണിപൊട്ടി അല്ലെങ്കിൽ അവർ വെക്കുന്നതായ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ചതിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി ജീവനോടെ സൂക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. വരും കാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ജനമായി ദൈവം നിന്നെ മാറ്റട്ടെ. അതത്ര സന്തോഷമാണ്, അതത്ര ഭാഗ്യമാണ്. അതിന്റെ മാധുര്യതയെ തിരിച്ചറിയുവാൻ ദൈവം ഈ നാളുകളിൽ ദൈവം നിങ്ങളെ കൃപയും ആ ദൈവത്തിന്റെ ആത്മാവും ഉള്ളവരായി തീർക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.